സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ വിവാദങ്ങൾ മറികടക്കാൻ എന്ന് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെ മറികടക്കാൻ ആകുമെന്നാണ് LDF പ്രതീക്ഷ. എന്നാൽ പ്രഖ്യാപനങ്ങൾക്കുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനമുണ്ടെങ്കിലും സമരം തുടരാനാണ് ആശാമാരുടെ തീരുമാനം. വിജിൻ വായന്തോട് വിവരവുമായി ചേരുന്നു. വിജിൻ, ഇവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഫണ്ടില്ലായ്മ ചൂണ്ടിക്കാട്ടി PM ശ്രീ ഒപ്പിടാൻ തയ്യാറായ ഒരു സർക്കാരാണിത്. ഈ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾക്കുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. മുടക്കമില്ലാതെ എന്തായാലും പുതിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ധനമന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കുന്നത്. ഇക്കാര്യം ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ നമ്മൾ ചോദിച്ചതാണ്. പ്രതിപക്ഷം സ്വാഭാവികമായും ഉന്നയിക്കാൻ പോകുന്നത് എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തും എന്നുള്ളതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി അതിന് ഫണ്ട് കയ്യിലുള്ളത് കൊണ്ടാണ്, നടപ്പിലാക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. കൊടുത്തില്ലെങ്കിൽ മാത്രം അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോരെ എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ധനമന്ത്രിയുടെ മറുപടി. തനത് വരുമാനത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞതിനേക്കാൾ ഒരു 30% കൂടുതൽ തുക കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം തനത് വരുമാനങ്ങളിലൂടെ പിടിച്ചു നിൽക്കാം, പുതിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിലിപ്പോൾ ധനമന്ത്രി തന്നെ വ്യക്തമാക്കുന്ന അത്തരം ആലോചന. അതിൻ്റെയൊക്കെ കണക്കുകൂട്ടലിലാണ് സർക്കാർ ഈ പുതിയ പദ്ധതികൾ, വമ്പൻ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ പണം എവിടെ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും സർക്കാരിനെയും LDFനെയും സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കിയുള്ള ഘട്ടത്തിൽ ഈ ഒരു ജനകീയ പ്രഖ്യാപനം അത് വലിയ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM ഉള്ളത്. ഒപ്പം തന്നെ UDFന് കരുതലോടെ പ്രതികരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. കുറേ വിവാദങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. സ്വർണ്ണപ്പാളി വിഷയം ഇപ്പോൾ ലൈവായി നിൽക്കുന്ന വിവാദമാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അന്വേഷണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ തന്നെ പല ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കോടതിയിൽ അതിൻ്റെ ഭാഗമായ നടപടികളൊക്കെ നിൽക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ, ബ്ലൂബെറി വിഷയം ഉൾപ്പെടെയുള്ളവ, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ, വിവാദങ്ങൾ ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഒറ്റ വാർത്താ സമ്മേളനം കൊണ്ട് അതിനെല്ലാം മറികടക്കാനുള്ളൊരു നീക്കം LDF നടത്തിയത്, മുഖ്യമന്ത്രി നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം ഇതിൽ വളരെ ആലോചിച്ചുള്ളതാണ്. കാരണം എല്ലാം ജനക്ഷേമ പദ്ധതികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമൂഹ്യക്ഷേമ പെൻഷനാണ്. ആ പെൻഷൻ വിതരണം ഒരു ഗഡു പോലും മാത്രം ബാക്കിയാക്കി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി ആ പണം നൽകുന്നുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾ അത് അനുഭവിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സ്ത്രീകൾക്കായുള്ള പ്രഖ്യാപനങ്ങൾ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൻഷൻ സ്കീമിൽ ഉൾപ്പെടാത്ത പ്രായം വരെയുള്ള 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, സുരക്ഷാ പെൻഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് LDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അങ്ങനെ ആ കാര്യങ്ങൾ അടുത്ത മാസം മുതൽ വിതരണം ചെയ്യാനിരിക്കുന്നു. ഒപ്പം തന്നെ യുവാക്കൾക്ക് സ്കോളർഷിപ്പ് നൽകാനുള്ള തീരുമാനം, ഈ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട അത്തരം വിഭാഗത്തിൽപ്പെടുത്തിയാണ് യുവാക്കൾക്കുള്ള പെൻഷൻ വിതരണത്തിലേക്ക് കടക്കുന്നത്, സ്കോളർഷിപ്പ് വിതരണത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ അടിസ്ഥാനപരമായുള്ള വിഷയങ്ങളിൽ ഊന്നൽ നൽകിയുള്ള ഒരു ജനകീയ ബജറ്റ്, ഒരു മിനി ബജറ്റാണ് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി ഒറ്റ വാർത്താ സമ്മേളനത്തിൽ. അത്തരം പ്രഖ്യാപനങ്ങളെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദ്യ പ്രതികരണം ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇപ്പോഴുള്ള പ്രഖ്യാപനം എന്നാണ് പറഞ്ഞത്. പക്ഷേ CP ജോൺ CMP നേതാവ് ടെലിഫോൺ ലൈനിൽ